ചില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രണ്ട് വായനകളിലും നമ്മൾ മരണത്തിന് ശേഷമുള്ള വിധിയെ കുറിച്ചാണ് നമ്മൾ വായിച്ചായിട്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: വിധിയുടെ സമയം വരുമ്പോൾ ദൈവം വരും, ദൈവം വന്നിട്ട് ഓരോ മനുഷ്യന്റെയും പ്രവർത്തികൾക്കനുസരിച്ച് അവരെ വിധിക്കും എന്ന് നമ്മൾ വായിക്കുകയാണ്. സുവിശേഷ ഭാഗത്തില് നമ്മൾ വായിക്കുകയാണ്: മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഓരോ മനുഷ്യരെയും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവൻ വിധിച്ച് വേർതിരിച്ച് നിർത്തും എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ രണ്ടു വായനകളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഭ ഇന്ന് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. മരണത്തിനപ്പുറത്തും നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച്, നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് നാം വിധിക്കപ്പെടും എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. കാരണം ആ ഒരു ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രവർത്തികൾക്കും നമുക്ക് വലിയ അർത്ഥമൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.